അല്ല എന്തിനെത്ര ചിരിക്കുന്നത്? സന്തോഷം. വിളിച്ചായിരുന്നോ കണ്ണൻ? മതിലകത്ത കണ്ണൻ. ആ വിളിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കറിയാൻ വിളിക്കുമെന്ന്. എന്ന് വെച്ചാ അവൻ ഇരിക്കപ്പുറതി ഇല്ലാതായിരിക്ക. എടാ ദീപ മോനെ, നീ കാർത്തൂന്റെ ആരാ? കൊച്ചച്ഛൻ. ഇപ്പോഴല്ലേ മനസ്സിലായത് നീ നിന്റെ ഭാര്യ മോളെക്കാളും അവളെ സ്നേഹിച്ചതിന്റെ ഗുട്ടൻസും ബട്ടൻസും ഒക്കെ നിങ്ങളുടെ കൈ വെച്ചോളണം. ദേ, അറിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാ കൊന്നുകളെ ഞാൻ. കൊല്ലുന്നതിന് മുമ്പ്, നീ കൊല്ലാനായിട്ട് എന്റെ കൊങ്ങയ്ക്ക് പിടിക്കുന്നതിന് മുമ്പ് ഞാനത് പറയുവടാ. പറയേണ്ടവരോടൊക്കെ പറയും. നിങ്ങൾ വെറുതെ അനാവശ്യമൊന്നും കാണിക്കരുത്. അങ്ങനെ കാണിക്കാതിരിക്കണമെങ്കിൽ നീ ഇതുപോലുള്ള സംസാരം നിർത്തണം. കുറെ നാളായി നീയൊക്കെ എന്നെ ഇട്ട് അമ്മാനമാടാൻ തുടങ്ങിയിട്ട്. ഇനി പന്ത് എന്റെ കളത്തിലാടാ. ഞാനാ പന്ത് തട്ടി കളിക്കാൻ പോകുന്നത്. നീയൊക്കെ കളി കാണത്തേ ഉള്ളൂ. ചാട്ടം നിലച്ചു കഴിഞ്ഞാ പിന്നൊന്നും പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. എന്നെ കൊല്ലടാ. അതിനു മുമ്പ് നിന്റെ ഭാര്യയോട് ഞാൻ കാര്യങ്ങളെല്ലാം പറയും. പിന്നെ അവളെ നീ കൊല്ലുവെന്ന് നോക്കണമല്ലോ. എന്താ ഇവിടെ? ഒന്നുമില്ല മോളെ, അമ്മായിയമ്മയും മരുമോനും കൂടി ചില സ്വകാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന. എന്തോന്ന് സ്വകാര്യം? അതൊക്കെ ഇവൻ അറിയാം. നിങ്ങൾ ഇത്ര നേരം എവിടെ ആയിരുന്നു? അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞു പോയതാ. അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ടു. ഇതാ പാൽപായസം. പിന്നെ അതിനുശേഷം നിന്റെ അപ്പച്ചിയുടെ വീട്ടിൽ പോയി, മതിലകം തറവാട്ടി. അവിടെ ചെന്ന അപ്പച്ചി മോനെ മരുമോളെ ഒക്കെ കണ്ടായിരുന്നു. അതിനുശേഷാ ഇങ്ങോട്ട് വന്നത്. കണ്ടിടം നിരങ്ങി നടന്ന ഉച്ചയ്ക്ക് എല്ലാരും വായു ഭക്ഷിക്കൂ. എടി മോളെ, നിനക്ക് വിശക്കുന്നെങ്കിലേ നീ അടുക്കള കയറണം. ഇപ്പൊ അടുക്കളപ്പണി കുറേശ്ശൊക്കെ പഠിച്ചല്ലോ. സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം. സഹായത്തിന് വേണമെങ്കിലേ അടുക്കളയെ പരിപാലിക്കേണ്ട ഇവനെയും വിളിച്ചോ, ഇവനും വരും. തട്ടുകടയിൽ നിന്ന് ഇവനും അടുക്കളപ്പണിയൊക്കെ കുറേശ്ശെ അറിയാം. അപ്പൊ നിങ്ങൾ അടുക്കള കേറുന്നില്ലേ? ഇന്നേതായാലും കേറുന്നില്ല. നാളെ കേറണോ വേണ്ടയോന്ന് ഞാൻ പുറത്തു പോയി തിരിച്ചു വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. നിങ്ങൾ ഇനി ഇങ്ങോട്ട് പോവാ? വെറുതെ ഒന്ന് ചുറ്റാൻ, ചിലരെയൊക്കെ ഒന്ന് ചുറ്റിക്കാൻ. ജീവനെ ദേവനന്ദ വെറുക്കുന്നതിന്റെ കാരണവും മോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ആരും കള്ളം പറയില്ലെന്നുള്ള വിശ്വാസം കൊണ്ടാ പറയുന്നതൊക്കെ അതേപടി കേട്ടു നിൽക്കുന്നത്. അപ്പച്ചയ്ക്ക് വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെന്ന് അയാൾ അറിഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ആ കുഞ്ഞ് അയാൾ അല്ലായിരിക്കണം. ഇവിടെ ഇപ്പൊ അതല്ലല്ലോ സ്ഥിതി. സ്വന്തം മകളെ കാട്ടിലെറിഞ്ഞ അച്ഛനും അമ്മയെയും കുറിച്ച് അയാൾ ഏതു നേരവും അറപ്പോടെ സംസാരിക്കുന്നത്. പക്ഷെ അയാള് വെറുക്കുന്നവര് അപ്പച്ചിയും ഡോക്ടർ ജീവനുമാണെന്ന് അയാൾ അറിയുമ്പോ എനിക്കറിയാം കാർത്തൂന് സ്വഭാവം. അവിടം തൊട്ട് കാർത്തൂന് മാറ്റം തുടങ്ങും. പിന്നെ ഡോക്ടർ ജീവനെ സ്നേഹിക്കാനല്ലാതെ തള്ളിക്കളയാൻ ഒരു കാരണവശാലും കാർത്തൂനെ കൊണ്ട് കഴിയില്ല. ഡോക്ടർ ജീവൻ സ്വന്തം അച്ഛനാന്ന് അറിഞ്ഞിട്ട് കാർത്തു അയാളെ സ്നേഹിക്കാൻ തുടങ്ങിയ അവിടം തൊട്ട് ഞങ്ങൾ തമ്മിലുള്ള അകൽച്ച ഉണ്ടാവും. അപ്പച്ചിയെ വഞ്ചിച്ചവനെ, എന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരനായവനെ എന്റെ ഭാര്യ സ്നേഹിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലമ്മേ. പിന്നെ എനിക്കാണോ ഇഷ്ടം? സത്യങ്ങളൊക്കെ കാർത്തു അറിയണമെങ്കില് പക്വതയുള്ള പെൺകുട്ടികളെ പോലെ പെരുമാറണം, നമുക്കൊപ്പം നിൽക്കണം. അതിന് അയാൾക്ക് എത്രമാത്രം കഴിയുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാ അയാൾ ഒന്നും അറിയരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. നടന്ന സംഭവങ്ങളൊക്കെ പലരും മനസ്സിലാക്കി. പക്ഷേ അവരെല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുന്നവരായിരുന്നു, നമ്മളെ സ്നേഹിക്കുന്നവരായിരുന്നു, ജീവന്റെ അനിയൻ പോലും. എന്നാ ഇതാദ്യമായിട്ട് അറിയാൻ പാടില്ലാത്ത ഒരുത്തി സംഭവങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ കാർത്തൂനോട് അവരൊന്നും പറഞ്ഞില്ലെങ്കിൽ ഇനി പറയാതിരിക്കാൻ അവരെ കൊല്ലേ നിവർത്തിയുള്ളൂ. ഇപ്പൊ തന്നെ അവർ ഭീഷണി തുടങ്ങി. കണ്ണേട്ടനെ, ദീപനെ, എന്നെ അടക്കം മുൾമുനയെ നിർത്തി. ആ പ്രവണത തുടർന്ന പിന്നെ കൊല്ലാതെ കൈ കീട്ടി നോക്കിയേക്കാൻ പറ്റുമോ? ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് ഒരു നിശ്ചയവും ഇല്ല. മിക്കവാറും സുധാമനയുടെ മരണത്തിൽ ചെന്ന് നിൽക്കും. അങ്ങനൊന്നും നീ ചിന്തിക്കണ്ട. ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാനും നോക്കണ്ട. ഞാൻ എന്റെ മക്കളെ കൊലയാളികളായിട്ട് കാണാനും ആഗ്രഹിക്കുന്നില്ല. അമ്മേ, ഞാൻ കൊന്നില്ലെങ്കിലും അത് ചെയ്യാൻ മനസ്സുള്ള പലരും കാർത്തൂന്റെ ഇതെവിടെ കൊണ്ടുപോവുക? നടക്ക്. അങ്ങോട്ട് വിട്ടേ. അങ്ങോട്ട് വിടാനല്ലേ പറഞ്ഞത്? ഇത് ഇങ്ങോട്ട് കൊണ്ടുപോവുക. പിടിക്കല്ലേ, ഇങ്ങോട്ട് വാ. ചുമ്മാ അങ്ങനെ ബലം പിടിക്കാതെ
ദീപ വീടറിയാതെ കർണനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. അതാ കൂട്ടിക്കൊണ്ടു വന്നത്. എന്തു പറ്റിയാന്ന് ഞമ്മക്ക് അറിഞ്ഞൂടാ. ദേ ഇതാ വീട്. ആരുടെ വീട്? അതെ, ആരുടെയാന്നൊക്കെ മരുമോ പറഞ്ഞു തരും. മരുമോനോ? ആരുടെ മരുമോൻ? ദീപ ഞമ്മള് പോവാ. ഡാ, അവൻ പറഞ്ഞിട്ട് പോയ മരുമോൻ എവിടാടാ? അല്ല, നിങ്ങളൊക്കെ ആരാ? ഞങ്ങളെ നിങ്ങൾക്ക് അറിയില്ലേ? എവിടെയോ പോയിട്ട് തെണ്ടി തിരിഞ്ഞിട്ട് വന്നിരിക്ക. തെണ്ടി തിരിഞ്ഞ നിന്റെ അമ്മ. ആ അതെന്നെയാ പറഞ്ഞത്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോ വന്നിരിക്ക വെട്ടി വിഴുങ്ങാൻ. മര്യാദക്ക് സംസാരിക്കടി. നിന്റെ ഭക്ഷണം ആർക്ക് വേണം? ഡാ, കലാമണ്ഡലത്തിലേക്ക് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? എന്തിനാ? വെറുതെ ഡാൻസ് പകുതിയാക്കി നിർത്തിയേക്കുക. ബാക്കിയും കൂടി ഒന്ന് പഠിക്കണം. എന്നിട്ട് വേണം അരങ്ങേറ്റം നടത്താൻ ഗുരുവായൂര് വെച്ച്. പപ്പ കഴിച്ച മരുന്ന് ഇവരും കഴിച്ചോ? എന്തോ എനിക്കറിയില്ല. അതെ, നിങ്ങൾ എങ്ങോട്ടാ പോയത്? കാശിക്കും രാമേശ്വരത്തിനും. അവിടുന്ന് കാൽനടയായിട്ട് വരിക. ദേ, അഭിനയൊന്നും വേണ്ട. കാർത്തൂനെ കണ്ടിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? കാർത്തു? ഏത് കാർത്തു? ദേ, അതും ഇതും പറഞ്ഞ് സമയം കളയാതെ. കുളി കഴിഞ്ഞ് നോമ ഉടനെ വരും. മൂകാംബിക വരെ ഒന്ന് പോണം. ഇന്ന് അവിടെയാണ് താമസം, കേട്ടോ? കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി. ഇവർക്കിത് എന്താ പറ്റിയത്? പറ്റിയതെന്തായാലും അവരീ കാണിച്ചു കൂട്ടുന്ന അഭിനയം അല്ലെങ്കിൽ അതിനകത്ത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ദീപൻ എന്തൊക്കെയാ പറയുന്നേ? എടീ, അവർക്ക് വെളിവില്ലാണ്ടാകേണ്ട സമയത്ത് തന്നെ വെളിവില്ലാണ്ടായിരിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവരിപ്പൊ കാണിക്കുന്നതൊക്കെ അഭിനയമാണോ അല്ലയോ എന്ന് അറിയണം. അത് കഴിഞ്ഞിട്ടേ എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റൂ. അമ്മ വരുന്നത് വരെ ദീപേട്ടൻ വലിയ ടെൻഷനിലായിരുന്നു. ഇതുവരെ ആഹാരം പോലും കഴിച്ചിട്ടില്ല. ഇനി കഴിക്കാം. അതിനുമുമ്പ് എനിക്ക് ഒന്ന് രണ്ടുപേരെ ഒന്ന് വിളിക്കാനുണ്ട്. എന്താണ് സുധാമണിക്ക് സംഭവിച്ചൊന്നും അറിയണമല്ലോ. പപ്പ ജയിലിൽ നിന്ന് ഇറങ്ങിയ അന്ന് തന്നെ സ്വബോധം പോയതാ. ഇപ്പൊ അമ്മയും അതേ അവസ്ഥയിലാണെന്നാ തോന്നുന്നേ. എന്തൊക്കെയോ ദോഷങ്ങളുണ്ട്. അങ്ങനെ ദോഷം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നെങ്കിൽ അടുത്ത ഊഴം നിനക്ക. എടീ, നീ അവരുടെ മോളല്ലേ? ഓ, നോക്കെടുത്ത് വളയ്ക്കാതെ. ഞാൻ അവരെ പോലെ ആയ പിന്നെ നമ്മുടെ കുഞ്ഞിനെ ആര് നോക്കും? എടീ, നീ ആദ്യം അവരെവിടെ പോയി നോക്ക്. ദേ, തലയ്ക്ക് വെളിവില്ലാത്ത തള്ളയാ. കൊച്ചിനെ പിടിച്ച് എന്തെങ്കിലും ചെയ്യും. അയ്യോ, ആരോട് ഇതുവരെ വന്നില്ലല്ലോ പാപ്പ. സമയം എത്രയല്ലേ? നീ ഒന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കും. ഓ, എനിക്ക് വിളിക്കാനൊരു മടി. ആകെ ഒരു ഭയം. കാർത്തു കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കാണണമെന്ന് പറയും. സുധാമണി പറയുന്നത് എന്താണെങ്കിലും കാർത്തു വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ എന്നെ വിളിച്ചായിരിക്കും സത്യാവസ്ഥ തിരക്കുന്നത്. അല്ല, അരുൺ സാറിനോട് ഇങ്ങോട്ട് വരാൻ തന്നെയല്ലേ നീ പറഞ്ഞത്? വീട്ടിൽ വെച്ച് സംസാരിച്ചാലേ അമ്മ ഓരോരോ ചോദ്യങ്ങളായിട്ട് വരും. അരുൺ സാർ എത്തിയല്ലോ. എന്താ തൽക്കാലം രക്ഷപ്പെട്ടു. കാർത്തൂനോട് സുധാമണിയൊന്നും പറഞ്ഞില്ല. അല്ല, അതൊരാശ്വാസമായി കരുതാൻ പറ്റുമോ? നമ്മളെയൊക്കെ മുൾമുനെ നിർത്താനായിരിക്കും അവരിപ്പോ ഒന്നും പറയാതിരിക്കുന്നത്. ഇവിടെ നമ്മളെ രക്ഷിച്ചത് ദൈവങ്ങളെ പപ്പേട്ട. സുധാമണി ആവേശത്തോടെ കാര്യങ്ങളൊക്കെ പറയാൻ അകത്തേക്ക് പോയത്. അതിനിടയിൽ പിന്നെ എന്താ സംഭവിച്ചെന്നൊന്നും അറിയില്ല. പുറത്തേക്ക് ഇറങ്ങിയ സുധാമണിക്ക് സ്വബോധം നഷ്ടപ്പെട്ടു. അവര് പാട്ട് പാടാനും ചെറിയ തോതിൽ ഡാൻസ് കളിക്കാനൊക്കെ. നമ്മൾ ഫോൺ ചെയ്ത സമയത്ത് എന്തോ പന്തികേട് തോന്നിയെങ്കിലും അവിടെ എത്തുമ്പോ ബോധമില്ലാതെ സംസാരിക്കുന്ന കാർത്തൂവിനെ പ്രതീക്ഷിച്ചു. പക്ഷെ ആ സ്ഥാനത്ത് അവൾ പുഞ്ചിരിയോടെ ഇറങ്ങി വന്നപ്പോ സത്യം പറഞ്ഞ എന്റെ ശ്വാസം നിലയ്ക്കുന്ന പോലെ തോന്നി. ഇനി നാഗങ്ങളെ പ്രീതിപ്പെടുത്തിയിട്ട് നമുക്ക് പോകാൻ നോക്കാം. സർപ്പപ്രീതി നടത്തിയിട്ട്.
സാറെന്താ ആലോചിക്കുന്നത്? അല്ല, കരുണൻ അന്ന് ജയിലിൽ നിന്ന് നേരെ ഇങ്ങോട്ടാ വന്നേ. അന്ന് അയാൾ ഇവിടുന്ന് ആഹാരം കഴിച്ചിരുന്നു. ആ സമയത്ത് അയാൾക്ക് മോര് കൊടുത്തായിരുന്നോ? അന്ന് നല്ല ദാഹം ഉണ്ടെന്നും പറഞ്ഞു കരുണമ്മ മോര് കുടിച്ചിരുന്നു. ആ ദിവസം ഇവിടെ ഏട്ടനടുത്ത് വന്നിരുന്നില്ലേ? അത് പിന്നെ അന്ന് വന്നെന്നാ തോന്നുന്നേ. കഴിഞ്ഞ ദിവസം സുശീലിനും ഭാര്യയും വന്നപ്പോഴും മോര് കുടിച്ചിരുന്നു. അവർക്കും വയറ് കേടായി. ഇവിടുത്തെ മോരിനകത്ത് ഞാൻ എന്തേലും കലർത്തുന്നുണ്ടെന്നാണോ സാറ് പറഞ്ഞു വരുന്നേ? താൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയില്ലേ. പിന്നെന്താ സാറിനൊരു സംശയം പോലെ? സാർ എല്ലാ ദിവസവും മോര് കുടിക്കാറുള്ളതല്ലേ? ഞാൻ മാത്രമല്ലല്ലോ, നമ്മൾ ഒന്നിച്ചല്ലേ കുടിക്കുന്നേ. പിന്നെ ഇങ്ങനൊരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് ചോദിച്ചു പോയതാണേ. അതിന് താനിങ്ങനെ ചൂടാവുന്നെന്തിനാ? സാറിന് കുറച്ചു നേരമായിട്ടെ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. എനിക്കൊരു സംശയമില്ല. ഈ സുധാമണിയുടെ സമനില തെറ്റിയല്ലേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അവർക്കെങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിലാ പേടിക്കണ്ടേ. എന്നാലും നല്ല രീതിയിൽ എന്നോട് സംസാരിച്ചോണ്ട് നിന്നതാ. പെട്ടെന്നാ എന്തോ ചിന്തിച്ച് ഭാവം മാറി പുറത്തേക്കിറങ്ങിയത്. തനിക്ക് ഓർമ്മയുണ്ടോ ഒരു ദിവസം തനിക്ക് തരാൻ പലഹാരമായിട്ട് ഏട്ടനടുത്ത് ഇവിടെ വന്നത്? അത് തന്നെ കൊണ്ട് കഴിപ്പിച്ചില്ല മാളു. അത് അവസാനം കഴിച്ചത് ഏട്ടത്തെയാ. അതോടെ അവര് ഹോസ്പിറ്റലായി, അബോഷനുമായി. അതിനുശേഷം അവർക്ക് സമനില തെറ്റിയത്. അതുകൊണ്ട് ഇനി അവരെന്തുകൊണ്ട് തന്നാലും താൻ കഴിക്കരുത്. അതിന് അവരൊന്നും കൊണ്ടു തരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്താ സാറേ ഇങ്ങനെ? സ്ഥിരബുദ്ധി ഇല്ലാതെ നടക്കുന്ന ഏട്ടത്തിയെ ഇനി സംശയിക്കണോ? എടോ, നമ്മൾ ചിന്തിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. ആ ഡോക്ടർ ജീവന്റെ പേരും പറഞ്ഞ് സാർ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിന്റെ കൂടെ മറ്റെന്തൊക്കെയോ സംശയങ്ങൾ ഉള്ളിൽ വെച്ചോണ്ട് നടക്കുക. എനിക്ക് നല്ല സംശയമുണ്ട് ചില കാര്യങ്ങളിൽ. അതെന്തുകൊണ്ടാണെന്ന് താനിപ്പ അറിയണ്ട. ഒരുപാട് സംശയിക്കുന്നത് ഒരുതരം രോഗമാണ്. അതെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു രോഗി തന്നെ. എന്നോട് വഴക്കിടാതെ. മാമിക്ക് എങ്ങനെയുണ്ടെന്ന് പിന്നീട് അന്വേഷിച്ചോ? താൻ വിളിച്ചു ചോദിക്ക്. അവരൊക്കെ ആയിട്ട് തനിക്ക് വലിയ അടുപ്പാണല്ലോ. നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലും? കഴിവത് അങ്ങോട്ടൊന്നും പോകണ്ട. വിജിത സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെയൊക്കെ സ്വഭാവം എപ്പോഴാ മാറുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ആ ദീപനുള്ളത് ഏക ആശ്വാസം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അവരുടെ കുഞ്ഞിനെ കാണാൻ തോന്നുവാ. അങ്ങനെ കാണണമെന്ന് തോന്നുമ്പോ ഞാൻ കൂടെ വരാം. എന്നിട്ട് നമുക്ക് ഒന്നിച്ചു പോയി കാണാം. സ്വന്തം കുഞ്ഞിനെ ഇതുവരെ താലോലിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാ ഇടയ്ക്കിടയ്ക്ക് ദീപന്റെ കുഞ്ഞിനെ പറ്റി പറയുന്നത്. ഞാനതിലൊന്നും ശ്രദ്ധിക്കാതെ നടക്കാന്നുള്ള കുത്തല് കൂടി അതിനകത്തുണ്ട്. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഏതായാലും ട്രീറ്റ്മെന്റ് നടക്കല്ലേ. അതിന് ഫലം കണ്ടില്ലെങ്കിൽ നമുക്ക് മറ്റാരെങ്കിലും കാണാം. പക്ഷെ നമ്മളൊരു അച്ഛനമ്മയാകാൻ വേണ്ടി അവനെ കാണുന്ന പ്രശ്നമില്ല. ആ ഡോക്ടർ ജീവനെ കാണണമെന്ന് ഞാൻ പറഞ്ഞതുമില്ലല്ലോ. അതെ, ഉച്ചക്ക് ചോറിന്റെ കൂടെ മോരുണ്ടാക്കണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, മോരിന്റെ പേരില് സംശയം ഉള്ളതുകൊണ്ട് ചോദിച്ചതാ. എന്നാ മോര് വേണം. രണ്ടാളും നേരത്തെ കൂടിക്കാഴ്ച നടത്താമെന്ന് പ്ലാൻ ചെയ്തതല്ലേ? അങ്ങനെ പറഞ്ഞിട്ടല്ലടാ അവൾ ഇങ്ങോട്ട് വെച്ച് പിടിപ്പിക്കുന്നത്. നീ ഇതുവരെ ഇതുപോലൊരു സത്യം പറഞ്ഞിട്ടില്ല. ഞങ്ങള് തമ്മിൽ നിത്യേന കാണാറുണ്ടടാ. ഞങ്ങള് തമ്മിൽ ഹൃദയം കൈമാറാറുണ്ട്. തലയിലെ മുടിയൊക്കെ പോയപ്പോഴാ അവൻ ഹൃദയം കൊണ്ട് നടക്കുന്നത് കൈമാറാൻ. 2, 3, 4. വേണ്ടല്ലേ? സുധേ, നിനക്കിതെന്ത് പറ്റി സുധേ? കടലിനക്കരെ പോണോരെ കാണാ പൊന്നിന് പോണോരെ, കടലിനക്കരെ പോണോരെ കാണാ പൊന്നിന് പോണോരെ. എടി സുധേ, നിനക്കിത് എന്തു പറ്റിയടി? കടലിനക്കരെ പോണോരെ കാണാ പൊന്നിന് പോണോരെ.
വെട്ടിക്കണ്ടിച്ച് വാഴയ്ക്ക് വളവാക്കും നിന്നെ. നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു കേട്ടോടാ. നീ എന്താടാ നോക്കുന്നത്? ഒന്നുമില്ല. നിന്നെയും കൂടെ ചേർത്താ പറഞ്ഞത്. മനസ്സിലായി. ഇപ്പഴാ ശരിക്കും മനസ്സിലായേ. ശരിയാക്കി തരാ ഞാൻ രണ്ടെണ്ണത്തിനെ. ആ കടലിനക്കരെ പോണോരേ, കാണാ പൊന്നിന് പോണോരേ. ഇതെങ്ങോട്ടാ വെച്ച് പിടിക്കുന്നേ? മോളെ കാണാൻ തന്നെ വരായിരുന്നു. അമ്പലത്തിൽ പോയോ? ഞാൻ തറവാട്ടിലോട്ട് വരുമായിരുന്നല്ലോ. അറിയാം. തറവാട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അല്ലേ മോള് തിരിച്ചു പോകാറുള്ളൂ. അതിനു മുമ്പ് നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരണം. എവിടെയാ കണ്ണേട്ടാ? അത് പിന്നെ ആ ജീവൻ ഡോക്ടറില്ലേ, അദ്ദേഹത്തിന് മോളെ ഒന്ന് കാണണമെന്ന്. അയ്യോ, അയാളുടെ വീട് വരെ പോവാനോ? ഒറ്റ മണിക്കൂർ കൊണ്ട് മോളെ ഞാൻ ഇവിടെ എത്തിക്കും. ഒരു അരമണിക്കൂർ അവിടെ ഇരുന്നിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. മുറിവൊക്കെ കരിഞ്ഞു വരുന്നല്ലേ ഉള്ളൂ മോളെ. ആ കിടപ്പിൽ കിടന്നുകൊണ്ടൊന്ന് കാണണമെന്ന് പറയുമ്പോ കൊണ്ടുപോയി കാണിക്കാണ്ടിരിക്കുന്നത് മോശമല്ലേ? കണ്ണേട്ടനും പവിത്രേടത്തെയും പപ്പേട്ടനും ഒക്കെ ഇപ്പൊ ഡോക്ടറെ കാണണമെന്ന് ഏത് നേരം പറഞ്ഞോണ്ടിരിക്കുവാണല്ലോ. ദീപേട്ടനും അങ്ങനെ തന്നെ. അത് പിന്നെ ചേട്ടനും അനിയനും തമ്മിലുള്ള ബന്ധം കൊണ്ടാണെന്ന് പറയാം. പക്ഷേ നിങ്ങൾക്കൊക്കെ എന്താ സംഭവിച്ചത്? അയാളൊരു കുഴപ്പക്കാരനല്ലെന്ന് തോന്നുന്നു മോളെ. അല്ലെങ്കിൽ അരുൺ അപ്പച്ചി ഇപ്പൊ ജയിലിൽ കിടക്കേണ്ടതല്ലേ? അത് ശരിയാ. അതിന്റെ ഒരു സഹതാപം എനിക്ക് അയാളോടുണ്ട്. പക്ഷേ എന്നും അയാളെ പോയി കാണുന്നത് പ്രശ്നമാ കണ്ണേട്ടാ. പിന്നെ മുറിവൊക്കെ കരിയുമ്പോ അയാൾ എന്നെ കാണാൻ വരും. അത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് സാരമില്ല മോളെ. ഇനി ഒരു കാരണവശാലും നിങ്ങൾ തമ്മിൽ കാണുന്നത് അരുൺ അറിഞ്ഞിരുന്നാലും അരുണിന്റെ അപ്പച്ചി അറിയരുത്. പിന്നെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോവാണോ? പോകുന്നുണ്ടെങ്കിൽ സമയം കളയരുത്. ഉടനെ അവിടെ എത്തണം. മോളുവാ. കണ്ണേട്ടാ, എനിക്ക് പേടിയാ. പേടിക്കണ്ട മോളെ. അന്ന് അയാൾ നടന്ന സംഭവം പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിൽ അരുണിന്റെ അപ്പച്ചി ജയിലിൽ കിടക്കത്തില്ലായിരുന്നോ? എല്ലാവർക്കും അത് സങ്കടമില്ലായിരുന്നോ? അരുണിന്റെ അപ്പച്ചി ജയിലിൽ പോകുന്നത് മോക്ക് സങ്കടമാവില്ലായിരുന്നോ? കണ്ണേട്ടനെ അവിടെ വന്ന് കണ്ടതിന്റെ വിഷമം ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ടാ പറഞ്ഞേ, അങ്ങനൊരു അവസ്ഥ അരുണിന്റെ അപ്പച്ചിക്ക് അയാൾ എന്തായാലും ഉണ്ടാക്കിയില്ല. അതിന്റെ നന്ദി നമ്മൾ അയാളോട് കാണിക്കുന്നു, അത്രേ ഉള്ളൂ. നല്ല പണിയിലാണല്ലോ. എന്തുവാടാ ഇത്? എടാ, ഇങ്ങനെ കിടന്ന പണിയെടുത്താൽ നിന്റെ കൈ പൊട്ടും. എന്റെ കയ്യിലിപ്പോ നല്ല തഴമ്പുണ്ടേട്ടാ, അതുകൊണ്ട് പൊട്ടത്തൊന്നുമില്ല. ഏതായാലും നീ ചെയ്യേണ്ട പണിയല്ലത്. എടാ, ഞാനും പാപ്പനും ഒക്കെ എല്ലും മുറിയെ പണിയെടുത്തിട്ട് ഞങ്ങൾക്കൊരു അവശത വരുമ്പോ ഞങ്ങളെ നോക്കേണ്ട ആളാ നീ. എന്തിനാ വീട്ടിനകത്തൊരു ഡോക്ടർ ഉള്ളപ്പോ പുറത്തെ ഡോക്ടർമാരെ പോയി കാണുന്നേ? ഇനി ഞാൻ അതിലേക്കൊന്നും ഇല്ല ഏട്ടാ. ദേ ഉണ്ണിയേട്ടാ, ഞങ്ങള് ആ ജീവൻ ഡോക്ടറെ കണ്ടിട്ടാ വരുന്നേ. അദ്ദേഹം പ്രത്യേകം പറഞ്ഞു ഉണ്ണിയേട്ടൻ അദ്ദേഹത്തെ പോയെന്ന് കാണണമെന്ന്. അതെന്തിനാ കാണുന്നത്? നിനക്കൊരു കുറവുണ്ടെന്നല്ലേ നിന്റെ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞത്? ഡോക്ടർ ജീവൻ മിടുക്കനാ. ആ കുറവ് നികത്താൻ അയാളെ കൊണ്ട് കഴിഞ്ഞെങ്കിലോ? ഇനി എന്തിനേട്ടാ ആ കുറവൊക്കെ നികത്തുന്നത്? ഞാനൊരു കല്യാണത്തെ പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല. ദേ ഉണ്ണിയേട്ടാ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഉണ്ണിയേട്ടന് ജീവൻ ഡോക്ടറെ പോയെന്ന് കാണാൻ പറ്റുമോ? രണ്ടാളോടും ഞാനൊരു അപകടത്തെപ്പറ്റി പറയാൻ പോവാ. എന്റെ ഏട്ടനോ ഏടത്തി ഇവിടെ വരുന്നത് ഇനി സൂക്ഷിക്കണം. അതെന്താ മോനെ അങ്ങനെ? എന്താണെന്നൊന്നും എന്നോട് ചോദിക്കണ്ട. സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ സൂക്ഷിക്കണം, അത്ര തന്നെ. അല്ലെങ്കിൽ ചിലപ്പോ അടി തെറ്റും. അല്ല, നേരത്തെ മോള് പറഞ്ഞു മഞ്ജുവിന്റെ കാര്യത്തിൽ നിനക്ക് എന്തൊക്കെയോ സംശയമുണ്ടെന്ന്. അവളും അനന്തും ഇപ്പൊ അഭിനയിക്കുവാണോന്ന് നിനക്കെങ്ങനെ അറിയാം? എല്ലാം അഭിനയാന്നുള്ള കാര്യം ഉറപ്പാ. അത് ഉറപ്പിച്ചോ? എടോ, ഉറപ്പിച്ചോണ്ടല്ലേ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. അടിക്കടി എന്തിനാ രണ്ടും ഇങ്ങോട്ട് വരുന്നേ? അതിലവരെ കുറ്റം പറയാൻ പറ്റുമോ അരുൺ? മഞ്ജുവിന് വയ്യാത്തോണ്ട് ഇങ്ങോട്ട് വരാൻ ഞാനും കാർത്തും ഒക്കെ അനന്തുവിനെ നിർബന്ധിക്കല്ലേ? ഇവിടെ വന്ന് താമസിക്കാനും പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷെ അവര് കേട്ടിട്ടില്ല. ഇനി താമസമൊന്നും വേണ്ട. അവരിവിടെ വരുമ്പോ ഉറപ്പായിട്ട് അമ്മ ഇയാൾ ശ്രദ്ധിച്ചോളണം. കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ചു പറ. തെളിച്ചാ പറഞ്ഞത്. എന്റെ ഏട്ടനോ ഏടത്തിയും നല്ല മനസ്സോടെ അല്ല ഇവിടെ വരുന്നെന്ന്. സാറിനിപ്പോ എല്ലാവരെയും സംശയം. അനന്തുവിന്റെയും മഞ്ജുവിന്റെയും കാര്യത്തിലെ അവൻ പറഞ്ഞത് കണക്കിലെടുക്കണ്ട. പക്ഷേ ഡോക്ടർ ജീവനെ കുറിച്ച് അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംശയമൊന്നുമില്ല. അവന്റെ കൊള്ളരുതായ്മകള് നേരിട്ട് അറിയാവുന്നുള്ള അമ്മ. ശരിക്കും പറഞ്ഞ എന്റെ കുട്ടികളുടെ അച്ഛനെ കൊന്നത് അവനാ.
അതൊക്കെ അമ്മയും മുത്തശ്ശനും അപ്പച്ചിയും ഒക്കെ മോളെ പറഞ്ഞു കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെയാണ് സത്യം. അതുകൊണ്ട് ഡോക്ടർ ജീവനോട് മോൾ അടുപ്പം കാട്ടിയതിന്റെ പേരിൽ ഇവിടെ ഒരു സംസാരം ഉണ്ടാവാൻ പാടില്ല. ഇത് ഞാൻ അവളെ കൊണ്ട് കുടിപ്പിക്കും. നാളെ ഞാൻ നേരിൽ കാണും അവളിത് കുടിക്കുന്നത്. അത് നാളെ തന്നെ പോകണം. പോണം. എനിക്ക് അവളുടെ അവന്റെ തകർച്ച കണ്ടേ പറ്റൂ. കഴിയുമെങ്കിൽ അവർക്കൊപ്പം ഇരുന്ന് നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കണം. മോര് നമ്മൾ തുടരുത്, അത് അവർ കുടിക്കട്ടെ. എനിക്കെന്തോ നേരിയ ഭയം തോന്നുന്നു. എനിക്കൊട്ടുമില്ല. കഴിയുമെങ്കിൽ അടുക്കളയിൽ നിൽക്കുമ്പോ തന്നെ ഞാൻ കാര്യം സാധിക്കും. നമ്മള് അടിക്കടി ഇങ്ങനെ പോകുന്നത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാത്തിനും ഒരു സമയവും സാവകാശവും ഒക്കെ കൊടുക്കണ്ടേ? എനിക്ക് ക്ഷമിച്ചിരിക്കാൻ പറ്റുന്നില്ല. മനസ്സിനെ നിയന്ത്രിക്കാനും എന്നെ കൊണ്ട് പറ്റുന്നില്ല. നീ നിന്നെ തന്നെ നിയന്ത്രിച്ചേ പറ്റൂ. എടുത്തു ചാടി ഓരോന്ന് ചെയ്യുന്നോണ്ടാ നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കാത്തത്. ഇനി എന്നെ കുറ്റപ്പെടുത്തിക്കോ. സ്വത്തിനോടും പണത്തിനോടും ഒക്കെ എന്റെ ഭർത്താവിന് വലിയ ആർത്തിയാ. പക്ഷെ അതിനോടൊപ്പം പേടിയുണ്ട്. രണ്ടും കൂടി നടക്കില്ല. എനിക്ക് പേടിയൊന്നുമില്ല. പ്രത്യേകിച്ച് മുത്തശ്ശന്റെ അപ്പച്ചിയുടെ ഇപ്പോഴത്തെ നിലപാടുകള് എന്നെ കുറച്ചുകൂടെ പരുക്കനാക്കി. എങ്കിൽ പിന്നെ പിന്നോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഒരു വശത്ത് അരുണും കാർത്തും ബോധമില്ലാതെ നടക്കുന്നു. മറുവശത്ത് മാളുവിന്റെ കല്യാണം നടക്കുന്നില്ല. അതൊക്കെ കണ്ടിട്ട് ശ്വാസം മുട്ടട്ടെ എന്റെ അമ്മയ്ക്കും മുത്തശ്ശനും ഒക്കെ. അവിടെ നമ്മൾ സാധുക്കളെ പോലെ സഹതാപം കാണിച്ച് അടുത്ത് നിൽക്കുന്നു. എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റി നമുക്ക് നേടാനുള്ളതൊക്കെ നേടിക്കൊണ്ട് നമ്മൾ കൈമലർത്തി പോരുന്നു. നീ കൂടുതൽ സ്വപ്നങ്ങളൊന്നും നെയ്തു കൂട്ടണ്ട. എല്ലാം നടന്നിട്ടേ നടന്നു എന്ന് പറയാൻ പറ്റൂ. രണ്ടും കെട്ട ചിന്തയായിട്ട് നടക്കണ്ട. നടക്കുന്നു മാത്രം ചിന്തിച്ചാ മതി. ഓരോ തവണ നമ്മൾ ഒരുമിച്ച് അരുണിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴും അനന്തേട്ടന് ഈ സംശയമുണ്ട്. അതുകൊണ്ടാ ഒന്നും നടക്കാത്തത്. നമ്മൾ തമ്മിൽ വെറുതെ വഴക്കിട്ടിട്ട് കാര്യമില്ല മഞ്ജു. നിനക്ക് സുബോധമില്ലെന്ന് എല്ലാരും കരുതിയിരിക്കുന്നതാണ് നമ്മുടെ രക്ഷ. അതുകൊണ്ട് മാത്രമാണ് കാർത്ത് പോലും നിന്നോട് സ്നേഹത്തിൽ പെരുമാറുന്നത്. അമ്മയും അപ്പച്ചിയൊക്കെ നിന്നോട് സിമ്പതി കാണിക്കുന്നത്. ഇത്തവണ പരാജയപ്പെട്ടാ ഇനി ഒരു ചാൻസ് കിട്ടില്ല. ആ ബോധത്തോടു കൂടി വേണം അങ്ങോട്ട് പോവാൻ. ഞാൻ കാർത്തൂനെ കൂട്ടി അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിരിക്കായിരുന്നു. ഇവൾക്ക് കാർത്തൂനെ കാണണമെന്ന് ഒരേ ആഗ്രഹം. എന്നാ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് കരുതി. ഓ, ഇപ്പൊ എടുത്തേക്ക് ചെറിയ മാറ്റം ഉണ്ടല്ലോ. എന്ത് മാറ്റം? അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഉണ്ടോ വാവേ? അമ്മയ്ക്ക് അസുഖം എന്തെങ്കിലും ഉണ്ടോടാ? ഉണ്ടോ വാവേ? ഓ ഓ ഓ ഓ ഓ, കരണ്ട കേട്ടോ, കരണ്ട കരണ്ട. എത്രയും പെട്ടെന്ന് ഏട്ടത്തെ നമുക്കൊരു നല്ല ഡോക്ടറെ കാണിച്ചേ പറ്റൂ. എത്ര ദിവസം കരുതിയാ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? എനിക്കൊരു ഡോക്ടറെയും കാണണ്ട. അസുഖമുള്ളവരല്ലേ ഡോക്ടറെ കാണുന്നത്? ഓ ഓ ഓ ഓ, വാവ കരണ്ട കേട്ടോ, കരയല്ലേ. അവൾക്ക് ഞാൻ അവളറിയാതെ മരുന്ന് കൊടുക്കുന്നുണ്ട്, പാലിൽ കലർത്തി. അതിന്റെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവളിൽ കാണാനുമുണ്ട്. ഒരു 4-5 മാസം കഴിയുന്നോടെ നോർമൽ ആവുന്ന ഡോക്ടർ പറയുന്നത്. ഇനി ഏതായാലും 2 ദിവസം ഏട്ടത്തി ഇവിടെ നിൽക്കട്ടെ. അപ്പൊ അത് ഏട്ടനൊരു ആശ്വാസമാവുമല്ലോ. അവളങ്ങനെ നിൽക്കുമോന്നറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞു 2 ദിവസം ഇവിടെ നിൽക്കേ, കാർത്തുവൊക്കെ അരികിലുണ്ടല്ലോ എന്ന്. പിന്നെ അവിടെ നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ. ഇവിടുത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? എന്താടാ? ആ കർണന് പിന്നാലെ സുധാമണിക്കും ഭ്രാന്തായി. അവർക്കെന്ത് പറ്റി? എന്താണെന്നൊന്നും അറിയില്ല.
ഇവിടെ വന്നപ്പോ അവർ നോർമലായിരുന്നു. തിരിച്ചു പോയപ്പോ പാട്ടും പാടി ഡാൻസ് ഒക്കെ ചെയ്താ പോയെ. കാർത്തൂനെ ദ്രോഹിക്കുന്നവർക്കൊക്കെ സമനില തെറ്റിക്കൊണ്ടിരിക്കേ. അത് ശരിയാ. മഞ്ജുവും കാർത്തൂനെ ഒരുപാട് ദ്രോഹിച്ചതാണല്ലോ. അതുകൊണ്ടായിരിക്കും അവൾക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിന്റെ കാരണം എന്താന്ന് എനിക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം നീ ഇപ്പൊ പറഞ്ഞല്ലോ, കാർത്തൂനോട് ചെയ്ത ദ്രോഹങ്ങൾ തന്നെ. അതുകൊണ്ടിനി മഞ്ജു നോർമൽ ആയാലും കാർത്തൂനെ സ്നേഹിച്ച് മുന്നോട്ട് പോകണമെന്ന് ഞാൻ ശക്തമായി താക്കീത് കൊടുക്കും മഞ്ജുവിന്. ഏട്ടൻ വാ. അപ്പൊ സുധാമണിക്കും ഭ്രാന്തായി. കാർത്തു അപ്പോഴും രക്ഷപ്പെട്ടു. എന്തായിട്ട് ആലോചിക്കുന്നത്? ഒന്നുമില്ല. എന്നാ ഏട്ടൻ കയറി വാ. ആ നടക്ക്. ആഹാ, മോള് വന്നോ? നാളെ ഞായറാഴ്ചയല്ലേ, ഞങ്ങൾ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിരിക്കായിരുന്നു. എങ്ങോട്ട് വരുന്ന കാര്യം നിങ്ങളെ പറയുന്നേ? മോളുടെ വീട്ടിലോട്ട് തന്നെ. എന്റെ വീട്ടിലോട്ടോ? സ്വന്തം വീട് മറന്നുപോയോ? ഇതാ എന്റെ വീട്, എന്റെ മോളുടെ. ഭാവി, നമ്മള് വീട്ടിലെത്തിട്ടോ. ഞാൻ അനന്തനോട് സംസാരിക്കട്ടെ. അതെ, നീ കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ, ഞാൻ പാത്രം കഴുകാം. അയ്യോ വേണ്ട. അതെന്താ വേണ്ടാത്തത്? എനിക്ക് നന്നായിട്ട് അറിയാം ഈ പണിയൊക്കെ. എന്നാലും ഏട്ടത്തി ഇന്നിവിടുത്തെ അതിഥിയല്ലേ, അപ്പോ ഏട്ടത്തി ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ നിയമം വല്ലതും ഉണ്ടോ? അങ്ങനെ നിയമം ഉണ്ട്. നമ്മളൊരു വീട്ടില് വിരുന്നിന് പോയാ നമ്മൾ അടുക്കളയിൽ കയറാൻ പാടില്ല. നിനക്കെന്റെ കുഞ്ഞിനെ പിടിക്കാൻ വയ്യാന്ന് പറ. അത്ര ഭാരമൊന്നുമില്ല, കൈ കഴിക്കത്തില്ല. ഞാൻ ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പിടിച്ചോളാം. ദേ അനന്തേട്ടൻ വന്നിട്ടില്ലേ, അനന്തേട്ടന് ചായ കൊടുക്കണ്ടേ? ആദ്യം മാവയ്ക്ക് പാല് കൊടുത്തിട്ട് മതി ബാക്കിയുള്ളവർക്ക് ചായ കൊടുക്കുന്നത്. അതത്രേ ഉള്ളൂ. ദേ അവിടെ കസേര കണ്ടില്ലേ, ഏട്ടത്തി അവിടെ പോയിരിക്കും. നീ എന്നെ ഇരുത്താൻ നോക്കണ്ടടി, നിന്നെ ഞാൻ സ്ഥിരമായിട്ട് കിടത്തിത്തരാം. ഏട്ടത്തിക്ക് കുടിക്കാൻ എന്തേലും വേണോ? എനിക്ക് വേണ്ട, കുഞ്ഞിന് പാലെടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ. അതെടുക്കാം. എന്നാലും ജ്യൂസോ മറ്റോ വേണമെങ്കിൽ പറയണം. എനിക്കൊന്നും വേണ്ട.